ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. എനിക്ക് പഠിക്കാനുള്ള മോഹം, എന്നെ പഠിപ്പിക്കാൻ കേൾപ്പില്ലാത്ത ബാപ്പയുടെ ഉമ്മയുടെയും നിസ്സഹായത, അവരെ കൂടി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം. അങ്ങനെ എപ്പോഴോ ചിന്തിക്കാതെ പറ്റിപ്പോയൊരു തെറ്റ്. ഒരിക്കലും ആ വഴി പോയില്ലെന്ന് അന്നത്തോടെ തീരുമാനിച്ചതാ. പക്ഷേ അവരെന്നെ പിന്തുടർന്നു. അവർ ക്യാമ്പസിലും എത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോ വീട്ടിലേക്കാണെന്ന് കള്ളം പറഞ്ഞ് എനിക്ക് പലതവണ പോവേണ്ടി വന്നിട്ടുണ്ട്. അത് നിങ്ങളിൽ ഒരാളെ പഠിക്കാനുള്ള കൊതി കൊണ്ട്. ഇവരെന്നെ എന്തൊക്കെ ചെയ്താലും ഞാൻ ഇവരെ വെറുക്കില്ല. കാരണം ഞാൻ ആ തെറ്റ് കാണിച്ചത്. ജയിച്ചാലും തോറ്റാലും 3 പേര് ഒന്നിച്ചുണ്ടാവണമെന്ന് നമ്മുടെ കൂട്ടത്തില് ആരാടാ പറയാറ്? ഇനിയും അങ്ങനെ തന്നെ മതി. അതേടാ, നമുക്ക് ഒരുമിച്ച് തിരിച്ചു പോകാം. അപ്പോ സുഭദ്രാമ്മയും മക്കളെയും ആ പാർത്തൻ പിള്ളയും മകനും എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ എന്നോ? നിങ്ങൾ ആ വീട്ടിൽ വരുന്നത് വരെ അയാളുടെ ഉപദ്രവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അയാളുടെ മകന്റെയും ചിത്രഭാനുവിന്റെ. പാർത്തൻ പിള്ളയെ പോലെ ആവില്ല ചിത്രഭാനു. അവൻ കിഷോറിനെ കൊല്ലാനും മടിക്കില്ല. തങ്കമണി, തങ്കമണി, എല്ലാരും ഉണ്ടല്ലോ. ഇന്നത്തെ പത്രം വായിച്ചോ? വായന കുറവാണല്ലേ? എങ്കിലിതാ വായിക്ക. വേണ്ട, തങ്കുവിന് ഞാൻ വായിച്ചു തരും. ഹരിത വിപ്ലവത്തിനായി വിദ്യാർത്ഥികൾ പെരിങ്ങോട്ടുകരയിൽ. വർഷങ്ങളായി കൃഷി ഇറക്കാൻ അനുവദിക്കാതെ പാർത്ഥൻ പിള്ള എന്ന വികസന വിരോധിയും മകനും കൈയടക്കി വെച്ച കൃഷിഭൂമിയിൽ കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ കൃഷിയെ സ്നേഹിക്കുന്ന വിദ്യാർത്ഥികൾ ഹരിത വിപ്ലവത്തിന് വേണ്ടി ധീരമായി ഇടപെടുന്നു എന്ന് വില്ലുവേലായുധൻ. വില്ലുവേലായുധനോ? നമ്മുടെ കൂടെ വരാത്ത വില്ലുവേലായുധനെ പാർത്ഥൻ പിള്ളയിൽ നിന്ന് കറ്റാൻ ഞാനാണ് ഈ വാർത്ത വില്ലുവേലായുധന്റെ പേരിൽ പത്രത്തിലിട്ടത്. എങ്ങനെയുണ്ട് എന്റെ കുബുദ്ധി? ഇനി വില്ലുവേലായുധന്റെ എല്ലൊടിഞ്ഞത് തന്നെ. അയ്യോ, ഞാനല്ല വാർത്ത കൊടുത്തത്. എന്നെ ഒന്നും ചെയ്യരുത്. ആ 3 പയ്യന്മാരുടെ കൂടെ നിന്ന് എന്നെയും അച്ഛനെയും തോൽപ്പിക്കാൻ ശ്രമിച്ച ഒരുത്തനോട് ചിത്രഭാനു പൊറുക്കില്ല. പെരിങ്ങോട്ടുകരയിൽ ഒരു തരി മണ്ണിൽ പോലും ഒരുത്തനും കൃഷി ഇറക്കില്ല. അവന്മാർക്ക് വേണ്ടി പത്രവാർത്ത കൊടുത്തിരിക്കുന്നു. തന്റെ ഭാര്യയ്ക്ക് എന്താ സംഭവിച്ചെന്നറിയോ? എന്റെ വാക്കിൽ വിശ്വസിച്ച് വലിയ ജോലി തേടി നഗരത്തിൽ വന്ന, അല്ലാതെ ആരുടെയും കൂടെ ഒളിച്ചോടി പോയൊന്നുമില്ല. ഞാൻ കൊണ്ടുപോയി നല്ല ജോലി വാങ്ങിക്കൊടുത്തു. ഒറ്റ രാത്രി കൊണ്ട് 1000 സമ്പാദിക്കാവുന്ന ജോലി. പക്ഷേ 1-2 രാത്രിയോട് മടുത്തു. ഭർത്താവിനോർത്തുള്ള കുറ്റബോധമുള്ളവരെ കൂടെ നിർത്താൻ പറ്റാത്തോണ്ട് പറഞ്ഞു വിട്ടു. പിന്നീട് എങ്ങോട്ട് പോയിന്ന് എനിക്കറിയില്ല. ഈ വാർത്ത കൂടി എഴുതി നാളത്തെ പത്രത്തിൽ തന്നെ കൊടുക്ക്. വാടാ. വില്ലിനോട് മകൻ ചെയ്ത തെറ്റിനുള്ള പ്രായച്ചിത്തമായിട്ടായിരിക്കും വില്ലിന് അക്കാദമി അവാർഡ് വാങ്ങിച്ചു കൊടുത്തത്. എനിക്ക് നേടിത്തന്ന ഈ മെമ്പറിന്റെ കുപ്പായം ഞാൻ അഴിച്ചു മാറ്റാൻ പോവുക. എനിക്കിനി മെമ്പറായി തുടരണ്ട. ഇനി ഒരു പരാതിയും പരിഭവമായിട്ട് ഞങ്ങൾ ഈ മുറ്റത്ത് വരില്ല. വാടാ. എന്തൊക്കെ പറഞ്ഞാലും നാട്ടുകാരായ ഞങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ട്. ചിത്രഭാനു ആ പാവം വില്ലുവേലായുധനോട് കാണിച്ച മഹാപരാധം പെരിങ്ങോട്ടുകരക്കാർ പൊറുക്കില്ല. മക്കളെ, ഇനി നിങ്ങളുടെ സമയമാ. നിങ്ങളോട് അമ്മാവൻ കാണിച്ച ഓരോ നെറികേടിനും എണ്ണി ചോദിക്കണം.
ഇന്നലെ വരെ പാർത്തൻപിള്ള ജയിച്ചു. ഇനിയുള്ള ജയം സുഭദ്രാമ്മയ്ക്ക. ഏട്ടനെ തോൽപ്പിച്ച് എനിക്കും എന്റെ മക്കൾക്ക് ഒന്നും നേടണ്ട. പറയുന്നതുകൊണ്ട് വിരോധം തോന്നരുത്. ഈ ഉമ്മറത്തിരുന്ന് ഏട്ടനെതിരെ ആരും സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. അയ്യടാ പോട്ടെ, വാടാ. അമ്മേ, അമ്മ എന്ത് വിചാരിച്ചിട്ട് അവരോട് അങ്ങനെയൊക്കെ സംസാരിച്ചത്? എല്ലാം മനസ്സിലാക്കി സ്നേഹത്തോടെ തിരിച്ചു വന്നവരോട് അമ്മ ആർക്കു വേണ്ടി അങ്ങനെ സംസാരിച്ച്? ഇത്രയും കാലം നമ്മളെ ദ്രോഹിച്ച ആ ദുഷ്ടന് വേണ്ടിയോ? അമ്മ അവരോട് അങ്ങനെ സംസാരിക്കരുതായിരുന്നു. അവര് വിഷമിച്ച് എവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ഇത്രയൊക്കെ അനുഭവിച്ചിട്ട് അമ്മാവനോട് സംസാരിക്കാൻ അമ്മയ്ക്ക് എങ്ങനെ കഴിയുന്നു? എന്തിന്? അമ്മാവനെ കൊല്ലാനോ? ഏട്ടൻ നമ്മളെ വേദനിപ്പിച്ചതേ നിങ്ങൾക്കറിയൂ. അമ്മാവനെ ഈ അമ്മ വേദനിപ്പിച്ചത് നിങ്ങൾക്കറിയില്ല. ഇഷ്ടപ്പെട്ട ആളിന്റെ കൂടെ ആരും അറിയാതെ ഇവിടെ നിന്ന് ഇറങ്ങുന്നത് വരെ ഒരു ദിവസം പോലും എനിക്ക് ഏട്ടനെയോ ഏട്ടനെ എന്നെയോ കാണാതിരിക്കാൻ പറ്റില്ലായിരുന്നു. പിന്നീട് 8-9 വർഷം ബോംബെയിൽ. ഓരോ ദിവസവും ഈ വീട്ടിലേക്ക് തിരിച്ചു വരാൻ ഞാൻ ഇവരുടെ അച്ഛനോട് പറയുമായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല. അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് എന്റെ പേരിൽ എഴുതി വെച്ചതായിരുന്നു ഈ വീടും പറമ്പും. ഇത് വിൽക്കാൻ ഇവരുടെ അച്ഛൻ എന്നെ നിർബന്ധിക്കുമായിരുന്നു. പക്ഷേ അമ്മ ജീവിച്ചിരിക്കുന്നത് വരെ വിൽക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. പിന്നീട് ഒരിക്കൽ ഞാൻ പോലും അറിയാതെ ഇവരുടെ അച്ഛൻ ഇവിടെ വന്നു. അമ്മയുടെ ഏട്ടനോടും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു. ഈ വീട്ടിൽ കിടന്ന് മരിക്കണമെന്നായിരുന്നു അമ്മയുടെ ആഗ്രഹം. അമ്മയ്ക്ക് വേണ്ടി ഇവരുടെ അച്ഛന്റെ മുന്നിൽ ഏട്ടൻ കീഴപേക്ഷിച്ചു. പക്ഷെ അനുവദിച്ചില്ല. പാവം. എന്നിട്ട് അമ്മയുടെ കയ്യും പിടിച്ച് ഏട്ടൻ എന്നെ ശപിച്ചുകൊണ്ട് ഈ വീട്ടിൽ നിന്നിറങ്ങി. പക്ഷെ ഈ വീടിന്റെ നടപടി തീരും മുമ്പ് അമ്മ ഏട്ടന്റെ കൈകളിൽ കിടന്നു. ആരും എന്നെ ഒന്നും അറിയിച്ചില്ല. അമ്മ മരിച്ചതുപോലും. എല്ലാം അറിഞ്ഞപ്പോൾ എന്റെ സ്വത്ത് മാത്രം മോഹിച്ച ആ മനുഷ്യനെ ഉപേക്ഷിച്ച് ഇവരെയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു. പക്ഷെ അമ്മയുടെ മരണത്തോടെ ഈ ലോകത്തെ ഏട്ടൻ വെറുക്കുന്ന ഒരേ ഒരാൾ ഞാനായി. ഏട്ടനെ എനിക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല, മരണം വരെ. ചിത്ര, നീ തിരിച്ചു പോകുന്നില്ലേ? ഒരുപാട് തിരക്കിടയ്ക്ക് വിളിച്ചു വരുത്തിയിട്ട് തിരിച്ചു പോകുന്നില്ലെന്നോ? അമ്മേ, ഈ അച്ഛന് എന്ത് പറ്റി? അവർ നാട്ടുകാരെ കൂട്ടുപിടിച്ച് കൃഷി ഇറക്കാനുള്ള ശ്രമത്തിലാ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അത് നടക്കില്ല, നടക്കാൻ പാടില്ല. ചെറിയമ്മയുടെയും മക്കളുടെയും കാര്യത്തില് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അച്ഛൻ പേടിക്കണ്ട, അച്ഛനെ ചെയ്യാൻ പറ്റാത്തത് എനിക്ക് ചെയ്യാൻ പറ്റും. എന്താ നീ ഉദ്ദേശിച്ചത്? ഓ, ഒന്നുമില്ല. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ?